ഹലോ, ഞാനിന്ന് ഒരു മാംഗോ ചീസ് കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഒരു കുക്കി ബേസ് തയ്യാറാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. ഇതൊരു 150 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് 80 ഗ്രാം മെൽറ്റ് ചെയ്ത ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഏത് പാനിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഇത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഞാനിവിടെ നമുക്ക് അടി വിടിയിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേക്ക് പാനിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ചീസ് കേക്കിന് എപ്പോഴും അങ്ങനത്തെ പാനാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ ബേസ് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ക്രീം ചീസ് ഫില്ലിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കാം. ക്രീം ചീസ് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 80 ഗ്രാം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ ലെവൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് മാറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 5 ടേബിൾ സ്പൂൺ യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള ഒട്ടും പുളിയില്ലാത്ത യോഗേർട്ട് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 300 മില്ലി മാംഗോ പ്യൂരയും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ജെലാറ്റിനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ടീസ്പൂൺ ജെലാറ്റിൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മൈക്രോവേവിൽ ഒരു 15 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചാലും മതി. ജെലാറ്റിൻ ഇപ്പോൾ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് ഈ ജെലാറ്റിനിൽ നന്നായിട്ട് യോജിപ്പിച്ച് ബാക്കിയുള്ള മിക്സിലേക്ക് നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ 1 കപ്പ് ഹെവി ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മറ്റുള്ള കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് സ്റ്റിഫാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ ബാക്കി മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മാംഗോ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ബീറ്റർ വെച്ച് മിക്സ് ചെയ്യണമെന്നില്ല. ഒരു സ്പാച്ചുല വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കുക്കി ബേസ് എടുത്തിട്ട് നമ്മുടെ മാംഗോ ക്രീം ചീസ് ഫില്ലിങ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് ഇതിനകത്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ ശരിയാക്കിയെടുക്കാം. അതൊരു മാംഗോ ജെല്ലി ലെയറാണ്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മാംഗോ പ്യൂരെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ ജെലാറ്റിൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മൈക്രോവേവ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ഒരു ഭാഗം എൻ്റെ നിന്ന് മിസ്സായി പോയി. ഇനി നമുക്കത് നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷനും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് 3 ബ്ലൂബെറീസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ബേക്കിംഗ് ഒന്നും വേണ്ടാത്ത നമ്മുടെ ചീസ് കേക്ക് ഇവിടെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.